മക്കളെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ടീച്ചർ മുന്നേ ഒരു പ്രാവശ്യം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ അവരുടെ ഇന്റഗ്രേഷൻ അതായത് ഉത്ഗ്രഥനം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇന്ന് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് മക്കൾ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക അല്ലെ. അതിൽ നിന്ന് മലയാളവും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, 2 സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മലയാളം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇന്ന് ടീച്ചർ മക്കൾക്ക് പറയാനായിട്ട് പോകുന്നത് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആകെ എണ്ണം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചോദ്യം. അതായത് അവിടെ ആ ഒരു പ്രവർത്തനം വരികയാണെങ്കിൽ മക്കൾ അവിടെ ഏതൊക്കെ ക്രിയകൾ ചെയ്യേണ്ടി വരും? കൂട്ടാനുള്ള ക്രിയകൾ ഉണ്ടായിരിക്കും, കുറയ്ക്കാനുള്ള ക്രിയകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ 2 ക്രിയകൾ വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് മക്കള് കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനെ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താന്ന് വെച്ചാല് മക്കളുടെ ചോദ്യ പേപ്പറിൽ എന്ത് ചെയ്തു, ഒരു ചിത്രം തന്നു. അതായത് ഒരു പൂമരത്തിന്റെ ചിത്രം. ആ മരത്തിൽ നിറയെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. മഞ്ഞ, ചുവപ്പ്, നീല തുടങ്ങിയ 3 വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഓരോ പൂവിന്റെ എണ്ണം തന്നു. അതായത് ആകെ മരത്തിൽ ഇപ്പൊ 15 പൂക്കളുണ്ട്. 15 പൂക്കൾ ഉള്ളതില് 6 പൂക്കള് മഞ്ഞ പൂക്കളാണ്. മഞ്ഞ നിറത്തിലുള്ള എത്ര പൂക്കളാണ് പറഞ്ഞത്? മഞ്ഞ നിറത്തിലുള്ള 6 പൂക്കളുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിലുള്ള 5 പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ എത്ര പൂക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? മരത്തില് 15 പൂക്കൾ ഉണ്ടെന്ന് നമുക്ക് തന്നു കേട്ടോ. ആകെ പൂമരത്തില് 15 പൂക്കൾ ഉണ്ടെന്നും അതില് മഞ്ഞ പൂക്കള് 6 എണ്ണമാണെന്നും അതുപോലെ തന്നെ ചുവപ്പ് പൂക്കള് 5 എണ്ണമാണ് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീലപ്പൂക്കളുടെ എണ്ണം കണ്ടെത്താനായിട്ട് മക്കളുടെ അടുത്ത് പറയൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും മക്കളെ നീലപ്പൂക്കളുടെ എണ്ണം എന്ന് പറയുന്നത്? നമുക്ക് ആകെയുള്ള എണ്ണം അറിയാലേ, 15 ആണെന്ന് അറിയാം. മഞ്ഞപ്പൂക്കളുടെ എണ്ണം 6 ആണെന്നും ചുവപ്പ് പൂക്കളുടെ എണ്ണം 5 ആണെന്നും അറിയാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മഞ്ഞപ്പൂക്കളും ചുവപ്പ് പൂക്കളും കൂടി ചേർത്താൽ എത്ര പൂക്കൾ ഉണ്ട് എന്ന് കണ്ടെത്തണം. എത്ര പൂക്കൾ ഉണ്ടായിരിക്കും മക്കളെ? അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഏത് ക്രിയ ചെയ്യണം? രണ്ടും തമ്മിൽ കൂട്ടാണ് ചെയ്യേണ്ടത് അല്ലെ. അതായത് 6 കൂട്ടണം 5 നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടൂ അല്ലെ. അതായത് ഈ 2 പൂക്കൾ കൂടി ചേർത്താൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 11 എന്ന് കിട്ടൂ അല്ലെ. നമ്മുടെ അടുത്ത് പറഞ്ഞത് 15 പൂക്കൾ മരത്തിലുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 11ൽ നിന്ന് ഇനി 15ലോട്ട് എത്താൻ എത്ര പൂക്കൾ വേണം മക്കളെ? 12, 13, 14, 15 അല്ലെ. എത്ര പൂക്കൾ കൂടി വേണം? 4 പൂക്കൾ കൂടി വേണം. അതായത് നീല നിറത്തിലുള്ള പൂക്കൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും മരത്തിൽ മക്കളെ? എത്ര എണ്ണം ഉണ്ടായിരിക്കും? 4 പൂക്കളാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അത്തരത്തിൽ മക്കൾക്ക് എന്ത് വരും? ഒരു ചോദ്യം വരും കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അവിടെ എന്ത് മാത്രം പഠിച്ചാൽ മതി? ആഡ് ചെയ്യാനൊന്ന് മക്കളൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് പറഞ്ഞു? മരത്തിൽ ആകെ 15 പൂക്കൾ ഉണ്ടെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ നിറത്തിലുള്ള പൂക്കളും എത്ര എണ്ണം വീതമാണെന്ന് കണ്ടെത്തി. പിന്നെ മക്കൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു കാര്യമാണ്, അതായത് നമ്മൾ പൂമരയിലെ പെട്ടെന്നൊരു കാറ്റ് വീശിയപ്പോൾ ആ ഒരു പൂമരത്തിൽ നിന്ന് ഒരു 5 പൂക്കൾ കൊഴിഞ്ഞു പോയി. എത്ര പൂക്കളാ മക്കളെ? 5 പൂക്കൾ കൊഴിഞ്ഞു പോയി. എങ്കിൽ പൂമരത്തിൽ ഇനി എത്ര പൂക്കൾ ബാക്കിയുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാം. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ 15 എണ്ണമാണ് നമ്മളെടുത്തുണ്ടായിരുന്നത്. അതിൽ നിന്ന് എത്ര പൂക്കളാണ് കൊഴിഞ്ഞു പോയിട്ടുള്ളത്? 5 പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ 15 കുറയ്ക്കണം 5 ചെയ്താൽ മതി. ബാക്കി എത്ര പൂക്കൾ ഉണ്ടായിരിക്കും മക്കളെ? 10 പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ ടീച്ചർ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ക്രിയകളെ ചെയ്യുന്നുള്ളൂ? ഒന്നിൽ നമ്മൾ കൂട്ടാനുള്ള ക്രിയയും ഒന്നിൽ നമ്മൾ കുറയ്ക്കാനുള്ള ക്രിയയുമാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മക്കൾക്ക് അതേ രീതിയിലാണ് വരിക കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം കണ്ട് ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട് മക്കൾക്ക് ആഡ് ചെയ്യാനായിട്ട് 2 അക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ മക്കൾക്ക് അറിയായിരിക്കും. എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതെങ്ങനെയാന്ന് വരുക വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഒരുപാട് ജാമിതീയ രൂപങ്ങൾ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ്? ത്രികോണം, ചതുരം, അതുപോലെ തന്നെ വട്ടം അല്ലെ. ഈ 3 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു ചിത്രം തരും. എന്നിട്ട് ഓരോ രൂപവും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് എണ്ണി അവയുടെ എണ്ണം എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കൃത്യമായിട്ട് എണ്ണി നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ
മക്കളടുത്ത് മറ്റൊരു കാര്യം കൂടി പറയും. ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഒരു ചിത്രം വരയ്ക്കാനായിട്ട് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു വീടിന്റെ രൂപോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളുടെ രൂപോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു രൂപം കൂടി ഈ 3 രൂപങ്ങൾ ത്രികോണവും ചതുരം അതുപോലെ തന്നെ വട്ടം 3 രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് നമുക്ക് എല്ലാ വർഷവും ചോദിക്കും. മക്കൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വർഷത്തെ നമുക്ക് 2024 തന്നെയാണ് തരിക. ആ ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു മാസത്തിലെ കലണ്ടർ തരും. ഓഗസ്റ്റ് മാസോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം അങ്ങനെ ഏതെങ്കിലും ഒരു മാസത്തിന്റെ കലണ്ടർ തരും. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റ് ഏത് ദിവസമാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയും. ഇനിയിപ്പോ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറാണ് തരിക എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 ഒരു പ്രത്യേകത ഉണ്ടല്ലേ, എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലെ. അപ്പൊ അത് ഏത് ദിവസമാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയും. ഇനിയിപ്പോ നമുക്ക് സെപ്റ്റംബർ മാസത്തിലാണ് തരിക എന്ന് വെച്ചാൽ ഈ ഒരു മാസവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിവസം ഉണ്ട് അല്ലെ, എന്താണ്, നമുക്ക് ഓണം വരാനായിട്ട് പോവാണ്. അപ്പം സെപ്റ്റംബർ മാസം ഓണം ഏത് ദിവസത്തിലാണ് എന്നുള്ളത് മക്കളെടുത്ത് കണ്ടെത്താനായിട്ട് പറയും കേട്ടോ. അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളെ മക്കളെടുത്ത് ചോദിക്കുകയുള്ളൂ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കലണ്ടർ നോക്കിയിട്ട് കൃത്യമായിട്ട് ഒരു ഡേറ്റ് തരികയാണെങ്കിൽ അത് ഏത് ദിവസമാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് മക്കള് പഠിക്കണം കേട്ടോ. പിന്നെ മക്കൾക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുക എന്താന്ന് വെച്ചാൽ വിട്ട കളങ്ങൾ പൂർത്തീകരിച്ച് എഴുതാനായിട്ട് ചോദിക്കും കേട്ടോ. അപ്പൊ അത് മക്കൾക്ക് വളരെ ഈസി ആയിരിക്കും കലണ്ടറിലുള്ള ഡേറ്റുകൾ എഴുതാനായിട്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കളടുത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പം സെപ്റ്റംബർ മാസത്തെ കലണ്ടർ ആണ് നമുക്ക് തരിക എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ട് എന്നുള്ളത് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി, ആ തിങ്കൾ എന്ന് പറയുന്ന ആ ഒരു കോളം എടുത്തിട്ട് നോക്കുക, എത്ര ഉണ്ട് എണ്ണി നോക്കുക അല്ലെ. മാക്സിമം പോയാൽ ഒരു 4 എണ്ണൊക്കെ വരുള്ളൂ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അത് എണ്ണി നോക്കാട്ടോ, എത്ര തിങ്കളാഴ്ചകളാണ് ഉള്ളത് എന്നുള്ളത് മക്കൾ എണ്ണിയിട്ട് എഴുതാട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ മക്കളടുത്ത് പറയും ഏതൊക്കെയാണ് ആ തീയതികൾ എന്ന് പറയും. അപ്പൊ മക്കൾക്ക് ഇതുപോലെ ഒരു വിട്ട കലണ്ടർ ആണ് തരുന്നതെന്ന് വിചാരിക്കുക, അതായത് എല്ലാ കളങ്ങളും പൂർത്തിയാക്കാത്ത കലണ്ടർ ആണ് തരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളടുത്ത് പറയാണ്, അപ്പം സെപ്റ്റംബർ മാസം ബുധനാഴ്ച 2-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ബുധനാഴ്ചകളുടെ തീയതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ തൊട്ടടുത്ത ബുധനാഴ്ച ഏതായിരിക്കും മക്കളെ തീയതി വരിക, എന്ത് എഴുതാൽ മതി, നമുക്കറിയാലേ, അതിലേക്ക് ഒരു 7 കൂടി ചേർത്ത് നോക്കിയാൽ മതി. അതായത് 2 കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 7 ചേർക്കുമ്പോൾ എത്രയാണ് മക്കളെ, 3, 4, 5, 6, 7, 8, 9 വരും അല്ലെ. എത്രയാണ് മക്കളെ വരിക, ഇവിടെ എത്രയാണ് തീയതി വരിക, 9 ആണ് വരിക. ഇനിയിപ്പൊ അങ്ങനെ പെട്ടെന്ന് എണ്ണി എഴുതാനായിട്ട് മക്കൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഈ വിട്ട കോളങ്ങളൊക്കെ മക്കളൊന്ന് എഴുതി പൂർത്തീകരിച്ച് നോക്കുക. ഇവിടെ 5 വരെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഏതായിരിക്കും 6, 7, 8, അടുത്ത സംഖ്യ ഏതാണ്, 9 ആണ് വരുന്നത് അല്ലെ. ഇനി ഇവിടെ ഏതായിരിക്കും ഡേറ്റ് വരിക മക്കളെ, ആദ്യം 2 വന്നു, പിന്നെ 9 വന്നു. ഇനി അതിന്റെ നേരെ താഴെ ഈ ഒരു ബുധനാഴ്ച ഏതായിരിക്കും ഡേറ്റ് വരിക, കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി, ആ 9ലോട്ട് വീണ്ടും ഒരു 7 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എത്ര വരും മക്കളെ, 10, 11, 12, 13, 14, 15, 16 വരും അല്ലെ. എത്രയാ മക്കളെ, 16 വരും അല്ലെ. ഓക്കെ. അപ്പൊ ഇതേ രീതിയിൽ എന്ത് ചെയ്യാ, മക്കളൊന്ന് എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഒരു 7 ആഡ് ചെയ്ത് പോകുന്നത് പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ കലണ്ടർ ആദ്യം ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് എളുപ്പത്തിൽ എടുത്ത് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ മക്കൾക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കലണ്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ എഴുതാനായിട്ട് പറയും. അത് സിമ്പിൾ അല്ലേ, ടീച്ചർ ഇപ്പം പറഞ്ഞത് തന്നെ അല്ലേ. ഇങ്ങോട്ടുള്ള ആ ഒരു പാറ്റേൺ എഴുതാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 2, 9, 16 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാറ്റേൺ എഴുതാം അല്ലെ. അവിടെ എത്ര വിധമാണ് കൂടി വരുന്നത്, 7 വിധം കൂടി വരുന്നുണ്ട് അല്ലെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോളം വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ, 1, 8 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോളവും വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ഈ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പാറ്റേൺ എഴുതാൻ കൂടി മക്കളെടുത്ത് പറയും കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ദിവസം മക്കൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇതുപോലെ 10കളുടെയും 1കളുടെയും ഒക്കെ എണ്ണം തന്നിട്ട് ആകെ കാണാനും ആകെ എണ്ണം തരികയാണെങ്കിൽ അതിൽ എത്ര 10കളും എത്ര 1കളും ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനൊക്കെ ആയിട്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ. അത് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, 2 10ഉം 3 1കളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആകെ എത്രയാണ് എണ്ണം ഉണ്ടായിരിക്കുക മക്കളെ, 23 ആണ് ഉണ്ടാവുക അല്ലെ. എത്രയാണ് മക്കളെ, 23 ആണുള്ളത്. ഇനി നമുക്ക് ആകെ തന്നിട്ടുണ്ട് 34 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എത്ര 10കളും എത്ര 1കളും ഉണ്ട് മക്കളെ,
3 പത്തുകളും 4 ഒന്നുകളും ഉണ്ട് അല്ലെ. അപ്പം 2 എണ്ണം എന്നല്ല, നിങ്ങൾക്ക് ഒരു 4 5 എണ്ണം ഒക്കെ മക്കൾക്ക് തരൂ കേട്ടോ. ഇങ്ങനെ പത്തുകളുടെ ഒന്നുകളുടെ എണ്ണം തന്നിട്ട് ആകെ കണ്ടെത്താനായിട്ട് പറയും. എന്നിട്ട് പിന്നെ മക്കളടുത്ത് നിന്ന് അതും ചോദിക്കും, അതിൽ ഏറ്റവും കൂടുതൽ എണ്ണം ആർക്കാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എത്രയാണ്? 34 ആണ് അല്ലെ. ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇതേ രീതിയിൽ ഒരു പട്ടിക തരികയാണെങ്കിൽ കണ്ടെത്താൻ ഈസി അല്ലേ. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ പത്തുകളും ഒന്നുകളും തന്നാൽ ഏതാണ് സംഖ്യ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ടീച്ചർ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാണ് സംഖ്യ? 42 എന്ന് പറയുന്ന സംഖ്യ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട് പറയും. 42 എന്ന് പറയുന്ന സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട് പറയും കേട്ടോ. സംഖ്യകൾ മക്കൾക്ക് മാറി വരാം. എങ്കിലും ഇവിടെ നോക്കിക്കേ, 42നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? എത്ര ഒന്നുകൾ ചേർന്നാലാണ് മക്കളെ 42? നമുക്കറിയാം അല്ലെ. 42 ഒന്നുകൾ ചേർന്നാലാണ് എത്ര വരിക? 42 എന്ന് വരിക. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, എത്ര പത്തുകളും എത്ര ഒന്നുകളും ചേർന്നാലാണ് 42 എന്നതാണ് ചോദിച്ചത്. എത്രയാണ് മക്കളെ? 4 പത്തുകളും 2 ഒന്നുകളും ചേർന്നാലാണ് 42 അല്ലെ. പിന്നെ അതുപോലെ തന്നെ മക്കളത് ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു സംഖ്യയുടെ കൂടെ 2 ചേർത്താൽ 42 കിട്ടുമെന്ന് പറഞ്ഞു. ഏത് സംഖ്യയുടെ കൂടെയാണ് മക്കളെ? 40ന്റെ കൂടെ 2 കൂടെ ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 42 എന്ന് കിട്ടൂ അല്ലെ. പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം? 42നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം? 45ൽ നിന്ന് 3 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 42 എന്ന് കിട്ടൂ അല്ലെ. അങ്ങനെ കുറയ്ക്കുന്ന ജോഡികളായിട്ടോ കൂട്ടുന്ന ജോഡികളായിട്ടോ ഒക്കെ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? 42നെ വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഈ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവുക. ഏതൊരു സംഖ്യ തരികയാണെങ്കിലും ഇതേ രീതിയിൽ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട് മക്കളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. രണ്ടക്ക സംഖ്യ തന്നെ മക്കൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ നിങ്ങളുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഇന്റഗ്രേഷൻ അഥവാ ഉത്ഗ്രഥനം എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ടീച്ചർ മുന്നേ മലയാളത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലുള്ള കാര്യങ്ങളും പഠിക്കാം, അതുപോലെ തന്നെ ഈ ഒരു ഗണിതത്തിലെ കാര്യങ്ങളും പഠിക്കാം കേട്ടോ. അതിനുശേഷം മക്കൾക്ക് നിങ്ങളുടെ അടുത്ത ദിവസം വരുന്ന, അതായത് ഇന്റഗ്രേഷൻ ഡേ 1ന്റെ ഉത്ഗ്രഥനം ദിവസം 1ന്റെ ഒരു വീഡിയോ കൂടി ടീച്ചർ നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം രാത്രി ഇടുന്നതായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതുകൂടി ഒന്ന് കണ്ടിട്ട് നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.